ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഐഫോൺ 17 ആണ്. പ്രോ മാക്സ് അല്ല കേട്ടോ, വെറും 17 ആണ്. പഴയ 16 അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് യാതൊരു ഡിസൈൻ ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. എടുത്ത് നമ്മൾ ആദ്യം തന്നെ നേരെ എന്ത് ചെയ്ത് ക്യാമറ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ മെയിൻ ക്യാമറ വരുന്നത് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അവർ ഫ്യൂഷൻ മെയിൻ ക്യാമറ എന്നാണ് പറയുന്നത്. ഒരു 2x ടെലിഫോട്ടോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 48 മെഗാ പിക്സലിൻ്റെ തന്നെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് വലിയ കുഴപ്പമില്ലാതെ തോന്നി. ഫോട്ടോസ് എടുത്ത് നോക്കി, ദേ ആ ദൂരെ നിൽക്കുന്ന ചേട്ടനെ കണ്ടില്ലേ, ആ ചേട്ടൻ്റെ ഫോട്ടോ ആണ് നമ്മൾ എടുത്ത് നോക്കിയത്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൂമൊക്കെ ചെയ്ത് നോക്കി, വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. നമ്മൾ നേരെ എന്ത് ചെയ്ത് ഫ്രണ്ട് ക്യാമറയിലോട്ട് വന്നു. 18 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി ഡൈനാമിക് ഐലൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ എടുത്ത് നോക്കി, ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം വെളിച്ചമുള്ള സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്താ വെച്ചാൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് പ്രോപ്പറായിട്ട് ഇവർ തരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നും വ്യത്യാസം എനിക്ക് തോന്നിയില്ല. പിന്നെ A90ൻ്റെ ചിപ്സെറ്റും, പിന്നെ പറഞ്ഞല്ലോ പഴയതിനെ വെച്ച് നോക്കുന്ന സമയത്ത് 16 അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് യാതൊരുവിധ ഡിസൈൻ ചേഞ്ചസ് കാര്യങ്ങളും ഇല്ല. 256 GB ആകെ വരുന്നത് 82,000 രൂപയാണ്. ഈ ഒരു പ്രൈസിന് വാല്യൂ ഫോർ മണിയാണോ അല്ലേന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.